കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല നിമിഷങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു പകൽക്കാലം ദൈവം നടത്തിയ വഴികളെയും വിധങ്ങളെയും ഒക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും കഷ്ടങ്ങളിൽ നമ്മുടെ കൂടെ ഇരുന്ന ആ കർത്താവ് എത്ര നല്ലവനെന്ന് ഓർക്കുവാൻ കർത്താവ് സഹായിച്ചല്ലോ. അത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ജീവിതത്തിന്റെ ഏത് സാഹചര്യങ്ങളിലും കർത്താവിൽ ആശ്രയിച്ച് പിന്നെയും ധൈര്യപ്പെട്ട് ക്രിസ്തീയ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഒരു വചനഭാഗം ഈ വരുന്ന ദിവസങ്ങളിലെ ചിന്തയ്ക്കായി വായിച്ച് ചില വാക്കുകൾ ഇന്ന് പകൽ ഓർപ്പിച്ച് കൃത്യസമയത്ത് തന്നെ ആരാധന അവസാനിപ്പിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. തീത്തോസിന്റെ ലേഖനം 2-ാമത്തെ അധ്യായം 13-14 വാക്യങ്ങൾ ചിന്തയ്ക്കായി വായിക്കാം. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 12-13 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. പന്ത്രണ്ടാം വാക്യം ഒന്നുകൂടെ വായിക്കാം. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായി തേജസ്സിന്റെ പ്രത്യക്ഷയ്ക്കായി കാത്തുകൊണ്ട് മതി. ദൈവത്തിന് സ്തോത്രം. ഇവിടെ സാക്ഷിയിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ ഓർപ്പിച്ചതുപോലെ നാം എല്ലാവരും കാത്തു കഴിയുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിന് വേണ്ടിയാണ്. കർത്താവ് മടങ്ങി വരും എന്നുള്ളതാണ് നമ്മുടെ വലിയ പ്രത്യാശ. ഈ ലോകത്തിലെ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം അതായിരിക്കണം, ഏറ്റവും വലിയ ഉദ്ദേശം അതായിരിക്കണം, നമ്മുടെ പ്രത്യാശ അതായിരിക്കണം. നമുക്ക് പറയാൻ ഈ ലോകത്തോടുള്ളത് അവൻ പോയതുപോലെ മടങ്ങി വരും എന്നുള്ളതാണ്. കർത്താവ് മടങ്ങി വരും എന്നാ നാം പറയുമ്പോൾ അതിനുവേണ്ടി നാം കാത്തു കഴിയുന്നവരാ. ദൈവത്തിന് സ്തോത്രം. നാം കാത്തു കഴിയുന്ന എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ നാം ചിന്തിക്കേണ്ടത് നാം എങ്ങനെയാ കാത്തു കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള പ്രത്യാശ നമ്മുടെ ഉള്ളത്തിലുണ്ട്. നാം എല്ലാവരും കാത്തു കഴിയുന്നവരാ. അതിനെ ഒന്ന് വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. നമ്മുടെ ഒരുക്കമാണ് നാം അതിനുവേണ്ടി എത്രത്തോളം കാത്തു കഴിയുന്നത് എന്ന് തെളിയിക്കുന്ന. ദൈവത്തിന് സ്തോത്രം. ഒരു ഉദാഹരണത്തിലൂടെ ഞാനത് പറഞ്ഞ് എന്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കാം. നാം അതിനുവേണ്ടി കാത്തു കഴിയുന്നവരാ. നമ്മുടെ പുറമേ ഉള്ളതായ നമ്മുടെ ചെയ്തികൾ, നമ്മുടെ ചലനങ്ങൾ, നമ്മൾ വെയിറ്റ് ചെയ്ത കാത്തിരിക്കുന്ന അല്ലെങ്കിൽ നിൽക്കുന്ന നിൽപ്പ് കാണുമ്പോൾ അറിയാം നമുക്ക് എത്രത്തോളം ആ വിഷയത്തിൽ പ്രത്യാശയുണ്ട് എന്നുള്ളത്. നമ്മൾ സാധാരണ റെയിൽവേ സ്റ്റേഷനുകളിലേക്കൊക്കെ പോയാൽ അവിടെ 3 കൂട്ടത്തിലുള്ള ആളുകളെ അവിടെ കാണാൻ കഴിയും. പ്രത്യേകിച്ച് തിരക്കുള്ളതായ ഒരു റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മൾ പോകുന്നതെന്നിരിക്കട്ടെ. കോട്ടയമോ അല്ലെ ഷൊർണൂരോ തിരുവനന്തപുരമോ ഒക്കെ ഉള്ളതായ സ്റ്റേഷനുകളിലേക്ക് നാം പോയാൽ അവിടെ 3 വിഭാഗത്തിലുള്ള ആളുകളെയാ കാണുന്നത്. നമ്മൾ അവരോടൊക്കെ ചോദിക്കുക, നിങ്ങൾ ആരെയാ വെയിറ്റ് ചെയ്യാന്ന് ചോദിച്ചാൽ നമുക്കറിയാം ട്രെയിൻ കയറാൻ അല്ലെങ്കിൽ ട്രെയിൻ വെയിറ്റ് ചെയ്തുകൊണ്ടാണ് അവിടെ അവരായിരിക്കുന്നത്. മറ്റൊന്നുമല്ല അവരുടെ ലക്ഷ്യം. ഞങ്ങളുടെ ഒരു ട്രെയിൻ ഉണ്ട്, ഞങ്ങൾ അതിനു വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, വെയിറ്റ് ചെയ്യുന്നത്. എന്നാൽ അവരെ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം ചിലരിങ്ങനെ പെട്ടിയൊക്കെ കൈ പിടിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. പെട്ടിയൊക്കെ താഴെ വെച്ച് കസേരയിൽ ഇരിക്കുന്ന ആളുകളുണ്ട്. പെട്ടി തലേണയായി വെച്ച് ഉറങ്ങുന്ന ചില ആളുകളുണ്ട്. ഈ 3 കൂട്ടരും ആളുകളും ഈ റെയിൽവേ സ്റ്റേഷനിൽ വന്നത് ട്രെയിൻ കയറി പോകാൻ വേണ്ടി. നമുക്ക് ഇവരോടൊന്ന് ചോദിക്കാം, നിങ്ങൾ എന്തിനാണ് ഇവിടെ ഇങ്ങനെ ഈ 3 അവസ്ഥയിലായിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അവർ പറയും, ഈ പെട്ടിയും കൈ പിടിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കുന്ന ആളുകളോട് ചോദിച്ചാൽ അവർ പറയും, പെട്ടി ആരെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോകുമെന്നൊരു ചിന്തയുള്ളത് കൊണ്ടല്ല പെട്ടി കൈ പിടിച്ചുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത്. ഞങ്ങളുടെ ട്രെയിൻ വരാനുള്ളതായ അതിന്റെ സിഗ്നൽ ഈ പ്ലാറ്റ്ഫോമിൽ ഞങ്ങളുടെ കാതുകൾ എന്ത് ചെയ്തു, കേട്ടു. അതുകൊണ്ട് ഏത് നിമിഷവും ആ ട്രെയിൻ വരും എന്നുള്ള ചിന്തയോടെ അത് വരാൻ സാധ്യതയുള്ള റൂട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ട് അവരിങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം.
എന്നാൽ രണ്ടാമത്തെ ഒരു കൂട്ടരെ ശ്രദ്ധിച്ചാൽ അവർ പറയും, നിങ്ങൾ എന്തിനാ ഇരിക്കുന്നേ എന്ന് ചോദിച്ചാൽ അവർ പറയും, ഞങ്ങളുടെ ട്രെയിൻ വരാൻ ഇനിയും ചില മണിക്കൂറുകൾ എന്ത് ചെയ്യും, എടുക്കും. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പെട്ടിയൊക്കെ ഇങ്ങനെ അടുത്ത് വെച്ച് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുക. ദൈവത്തിന് സ്തോത്രം. മൂന്നാമത്തെ കൂട്ട ആളുകളോട് ചോദിച്ചാൽ പറയും, ഹല്ലേലൂയ, ഞങ്ങളുടെ ട്രെയിൻ ഇന്ന് രാത്രി കഴിഞ്ഞ് എന്ത് ചെയ്യത്തുള്ളൂ, വരികയുള്ളൂ. ഞങ്ങൾക്ക് കിട്ടിയ അവൈലബിൾ ആയിട്ടുള്ള വാഹനത്തിൽ ഞങ്ങൾ ഇവിടെ എത്തി എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഒരു 1-2 യാമം കഴിഞ്ഞു മാത്രമേ ഞങ്ങളുടെ ട്രെയിൻ എന്ത് ചെയ്യുള്ളൂ, വരികയുള്ളൂ. അതുകൊണ്ട് അത്രയും സമയം പെട്ടി കയ്യിൽ പിടിച്ച് തൂക്കി നിൽക്കണ്ട എന്ന് വിചാരിച്ച്, കസേരയിലിരുന്ന് ആ സമയം അത്രയും കളയണ്ട എന്ന് വിചാരിച്ച്, ഒന്ന് മയങ്ങാമെന്ന് വിചാരിച്ച്, ഒന്ന് വിശ്രമിക്കാമെന്ന് വിചാരിച്ചിരിക്കുക. ശ്രദ്ധിക്കണമേ പ്രിയപ്പെട്ടവരെ, ഈ 3 കൂട്ടം ആളുകളും ഒരേ വാഹനത്തെ എന്ന് പറയുമ്പോൾ 3 സ്ഥലത്തേക്കാണ് അവർ പോകേണ്ടതെങ്കിലും ആ വാഹനം ഒന്നാണ് എന്ന് പറഞ്ഞാൽ ട്രെയിനാണ്. ഹല്ലേലൂയ. അതിനെ വെയിറ്റ് ചെയ്ത് കാത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ. എന്നാൽ അവരുടെ 3 മനോഭാവം ശ്രദ്ധിക്കുക. ഇന്ന് പകൽ നാം ഈ മനോഭാവത്തിൽ ഏത് വിഭാഗത്തിൽ പെടുന്നവരാ? അല്ലെങ്കിൽ ഉടനെ എങ്ങും വരത്തില്ല എന്ന ചിന്താഗതിയോടുകൂടെ ഹല്ലേലൂയ കൈ തലേണയായി വെച്ച് ഉറങ്ങുന്നവരുടെ കൂട്ടത്തിലോ, ഒരു പക്ഷേ ഹല്ലേലൂയ മറ്റ് ആളുകളോടൊക്കെ വർത്താനം പറഞ്ഞ് പേപ്പറൊക്കെ വായിച്ച് അല്ലെങ്കിൽ ഇരിക്കുന്ന രണ്ടാമത്തെ കൂട്ടമുള്ള ആളുകളുടെ കൂട്ടത്തിലോ, അതോ തിടുക്കത്തോടുകൂടെ ആ കർത്താവിന്റെ വരവിന്റെ ശബ്ദം എന്റെ കാതുകളിൽ മാറ്റൊലി കൊള്ളുന്നു എന്ന് ഉള്ള ആ ഒരു വലിയ സിഗ്നൽ ലഭിച്ചതുകൊണ്ട് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാണോ? ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനത്തിൽ ഇവിടെ തീത്തോസ് ഓർപ്പിച്ചു, ഹല്ലേലൂയ, പ്രപഞ്ച മോഹങ്ങളൊക്കെ വർജിച്ചുകൊണ്ട് നാം അവന്റെ വരവിനെ കാത്തുകൊണ്ടിരിക്കുക. അല്ലെ, പോയതുപോലെ മടങ്ങി വരുന്ന കർത്താവ് ആസന്ന ഭാവിയിൽ വളരെ വേഗത്തിൽ വെളിപ്പെടുമ്പോൾ ആ കർത്താവിനെ കാത്തു കഴിയുന്ന ഹല്ലേലൂയ ദൈവ ഭക്തന്മാരുടെ കൂട്ടത്തിൽ നമ്മുടെ ഒരുക്കം എത്രത്തോളമായി? പാട്ടുകാരൻ പാടുന്നത് പോലെ, എണ്ണയുണ്ടോ നിൻ വിളക്കിൽ, നീ ഒരുങ്ങിയിട്ടുണ്ടോ? ഇന്ന് പകൽ ഒരുക്കം എത്രത്തോളമായി? ആകയാൽ നാളും നാഴികയും അറിയാതെ നിങ്ങൾ ഉണർന്നിരിപ്പീൻ എന്ന് കർത്താവ് പറയുന്നത് പോലെ നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീയും ഒരുങ്ങിക്കൊള്ളുക. ദൈവത്തിന് സ്തോത്രം. വേദപുസ്തകത്തിൽ നമ്മോട് കൈമാറാനുള്ള സന്ദേശം കർത്താവിന്റെ വരവിന് വേണ്ടി നാം ഒരുങ്ങണമെന്നുള്ളതാ. ഇനിയും നമ്മെ ഒരുക്കാൻ ദൈവം ഇനിയും അധികം സമയങ്ങൾ തന്നു എന്ന് വരികയില്ല. വെളിപ്പാട് പുസ്തകം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, നീതിമാൻ ഇനിയും അധികം നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. നമ്മെ വിശുദ്ധീകരിക്കുവാൻ ഒരുപക്ഷെ കൂടുതൽ വാക്കുകളോ വചനങ്ങളോ ഇനിയും കേൾക്കുവാൻ കഴിഞ്ഞെന്ന് വരികയില്ല. ലോക സാഹചര്യങ്ങളും സംഭവങ്ങളും സ്ഥിതിവിശേഷങ്ങളും ആ നിലയിലേക്ക് കാര്യങ്ങളെ കൊണ്ട് എത്തിച്ചെന്ന് വരാം. അതുകൊണ്ട് നമ്മുടെ ഉള്ളത്തിൽ ലഭിച്ചിരിക്കുന്ന ആത്മീക വചനങ്ങളെ ചെവിക്കൊണ്ടുകൊണ്ട് കർത്താവിന്റെ വരവിന് വേണ്ടി ഒന്ന് സ്വയം ഒരുങ്ങുവാൻ. ഹല്ലേലൂയ. കൈവിടപ്പെട്ടു പോകുന്നവരുടെ കൂട്ടത്തിലല്ല, ഹല്ലേലൂയ, തള്ളപ്പെടുന്നവരുടെ കൂട്ടത്തിലല്ല. ഹല്ലേലൂയ. ഞാനും എന്റെ പ്രിയന്റെ ശബ്ദത്തിൽ, അല്ലെങ്കിൽ പ്രിയന്റേതായ ഹല്ലേലൂയ വരവെങ്കിൽ ഞാനും കാണുമെന്നുള്ളതായ ആ ഒരു വലിയ പ്രത്യാശയോടെ, ആ വലിയൊരു ചിന്തയോടെ ഹല്ലേലൂയ ഹല്ലേലൂയ ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഹല്ലേലൂയ കർത്താവിന്റെ വരവിനെ കാത്തു നിൽക്കുന്ന ഒരു വിശുദ്ധന്മാരുടെ ഗണത്തിൽ ഞാനും നിങ്ങളും പെടുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. അല്ലെ, പാട്ടുകാരൻ പാടുന്നത് പോലെ കർത്തൃകാഹളം ഹല്ലേലൂയ വാനിൽ കേൾക്കുമ്പോൾ, എന്റെ പേർ വിളിക്കുമ്പോൾ ഹല്ലേലൂയ ഞാനും ആ കൂട്ടത്തിൽ കാണുമെന്നുള്ള ആ പ്രത്യാശ നമ്മിൽ എത്ര പേർക്കുണ്ട്? അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ നമ്മെ തന്നെ നിർമ്മലീകരിച്ചുകൊണ്ട് ആ കർത്താവിന്റെ വരവിന് വേണ്ടി കാതോർക്കാം, ആ കർത്താവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം, ആ കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ദൈവം നമ്മെ അതിനായിട്ട് ഒരുക്കട്ടെ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളടയ്ക്കാം. ഇന്ന് പകൽ നമ്മുടെ തലകൾ ദൈവത്തിൽ വണക്കി ദൈവത്തോട് പ്രാർത്ഥിക്കുക. ആസന്ന ഭാവിയിൽ ഏത് നിമിഷവും കർത്താവിന്റെ വരവാകാമെന്ന് ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ ലോകത്തിൽ നടമാടുന്ന നിറവേറുന്ന പ്രവചന സൂക്തങ്ങൾ അത് വിളിച്ചു പറയുമ്പോൾ ഇന്ന് പകൽ പ്രത്യാശ പ്രാപിച്ച ദൈവമക്കളെ, നമ്മുടെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകാതെ ആ കർത്താവിനെ ലക്ഷ്യമാക്കി ജീവിപ്പാൻ തക്കവണ്ണം ഒരു നിമിഷം നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഒരു നിമിഷം കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവം അതിനായി നമ്മെ സഹായിക്കട്ടെ.